ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കണ്ടുണരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിക്കാം. അതിനായി നിങ്ങളേവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആവശ്യമായവർക്ക് സഹായിക്കുമ്പോൾ മാലാഖമാർ നമ്മോട് ചേരുന്നു എന്നുള്ള വിഷയമാണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം? ആവശ്യമായവർക്ക് നമ്മൾ സഹായം കൊടുക്കുമ്പോൾ മാലാഖമാർ നമ്മോട് ചേരുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുകയാണ്. യെശയ്യാപ്രവചനം 27-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ വിവിധങ്ങളായ മേഖലകളിൽ വിവിധങ്ങളായ രീതിയിൽ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ തെറ്റുപറ്റുന്നവർ അനേകരുണ്ട്. ചെയ്തു പോയ തെറ്റിൽ ലജ്ജിതരായവരുണ്ട്. ചിലപ്പോൾ അവർ ആ ലജ്ജ കൊണ്ട് നൈരാശ്യത്തിലേക്ക് എത്തും വരെയും തെറ്റുകളെയും പിശകുകളെയും അവർ ചിലർ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കളെ, അങ്ങനെയുള്ള ആളുകളെ നാം എന്ത് ചെയ്യരുത്? ഒരിക്കലും അവഗണിക്കരുത്. ഒരാൾ ഒഴുക്കിനെതിരെ നീന്തുകയാണെങ്കിൽ, നീന്തേണ്ടി വരുമ്പോൾ ആ ഒഴുക്കിൻ്റെ മുഴുവൻ ശക്തിയും ആ ആളിന് നേരെ വരികയാണ്. ആ ആള് ആ മുഴുവൻ ശക്തിക്കും എതിരെ വേണം നീന്തുവാൻ. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയുള്ളവർക്ക് നേരെ നമ്മൾ സഹായത്തിൻ്റെ കരം നീട്ടിക്കൊടുക്കണം. നമുക്കറിയാം, പത്രോസ് മുങ്ങിത്താഴാൻ പോയപ്പോൾ ഒരു മൂത്ത സഹോദരനെ പോലെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കരം പിടിച്ച് ഉയർത്തിയതുപോലെ പ്രത്യാശ നൽകുന്ന വാക്കുകൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. ആത്മവിശ്വാസം നമ്മൾ അവർക്ക് കൊടുക്കണം. സ്നേഹത്തിൽ അവരെ ഉണർത്തുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കണം. നമ്മുടെ സഹോദരനും സഹോദരിയും ഒരുപക്ഷെ ആത്മാവിൻ്റെ രോഗികളായിരിക്കാം, ആത്മീയ രോഗമുള്ളവരായിരിക്കാം. അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. അവരുടെ സ്നേഹം നമുക്ക് എത്രമാത്രം ആവശ്യമാണോ അതുപോലെ നമ്മുടെ സ്നേഹം അവർക്ക് ആവശ്യമാണ്. നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ ഇടയായിത്തീരണം. നിശ്ചയമായും നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കഠിനയാതനയിലായിരിക്കുന്നവരിൽ പകർന്നു നൽകാൻ ശ്രമിക്കാതെ നാം ഒരിക്കലും കടന്നു പോകരുത്. ദൈവം നമ്മളെ പലവിധമായ പ്രയാസങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ച് ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രയാസത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാതെ നമ്മൾ ഒരിക്കലും കടന്നു പോകരുത്. ക്രിസ്തുവായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ജീവിക്കുന്ന രക്ഷകനായുള്ള വ്യക്തിബന്ധമാണ്. താഴ്തരം പ്രകൃതങ്ങളെ ജയിച്ചടക്കാൻ മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ശക്തിപ്പെടുത്തുന്നതാണ്. കൂട്ടിപ്പിടിക്കുവാൻ ചൂടുള്ള ഒരു കരബന്ധം ആവശ്യമുണ്ട്. ആർദ്രത നിറഞ്ഞതായ ഒരു ഹൃദയം ആശ്രയമായി വേണം. സഹതപിക്കുന്ന സ്നേഹത്തോടെ എപ്പോഴും കാണുന്ന അവരോടൊപ്പമുള്ള ഒരു ദിവ്യ സാന്നിധ്യത്തിൻ്റെ ചിന്തയിൽ അവരുടെ മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ വേലയിൽ ഏർപ്പെടുമ്പോൾ മനുഷ്യ കണ്ണുകൾക്ക് അദൃശ്യമായ കൂട്ടുവേലക്കാർ നിങ്ങൾക്കുണ്ടാകും. മുറിവേറ്റ് കിടന്ന അപരിചിതനെ പരിചരിച്ച ശമരിക്കാരനോടൊപ്പം സ്വർഗത്തിലെ ദൂതന്മാർ ഉണ്ടായിരുന്നു. തങ്ങളുടെ സഹമനുഷ്യർക്ക് പരിചരണങ്ങൾ ചെയ്തുകൊണ്ട് ദൈവസ്നേഹം ചെയ്യുന്നവരോടൊപ്പം നിൽക്കുവാൻ സ്വർഗീയ സദസ്സിൽ നിന്നുള്ള മാലാഖമാരുണ്ടാകും. അതിലുപരി ക്രിസ്തുവിൻ്റെ സഹകരണവും നമുക്കുണ്ടാകും. അവിടെ നിന്നാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത്. അവിടുത്തെ മേൽനോട്ടത്തിൽ നമ്മൾ വേല ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഫലം കണ്ടെത്തും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വേലയിലെ നമ്മളുടെ വിശ്വസ്തതയിന്മേൽ മറ്റുള്ളവരുടെ നല്ല ജീവിതം മാത്രമല്ല, നമ്മളുടെ നിത്യലക്ഷ്യവും ആശ്രയിച്ചിരിക്കുന്നു. ക്രിസ്തുവുമായി പങ്കാളിത്തം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉയർത്തുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ക്രിസ്തു പിതാവുമായി ഒന്നായിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവുമായി ഒന്നാകുവാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാനായി നാം കഷ്ടങ്ങളും ദുരന്തങ്ങളും ആയി ബന്ധപ്പെടുന്നതിന് അവിടുന്ന് നമുക്ക് അനുവദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിന് ഇടയാക്കുന്നു. തൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ, സഹാനുഭൂതി, ആർദ്രത, സ്നേഹം നമ്മിൽ വികസിപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷയുടെ ഈ വേല സ്വീകരിക്കുന്നതിലൂടെ നമ്മെ സ്വർഗീയ സദസ്സുകൾക്ക് കൊള്ളാവുന്നവരായി ക്രിസ്തുവിൻ്റെ സ്കൂളിൽ നാം പ്രവേശനം നേടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റ് സഹായം ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ മാലാഖമാർ നമ്മോട് കൂടെ ചേരുന്നു.
അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാകുന്ന സഹാനുഭൂതി, ആർദ്രത, സ്നേഹം നമ്മിൽ വികസിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ വേല ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷയുടെ ആ വേല നാം സ്വീകരിക്കുമ്പോൾ, നാം നമ്മെ സ്വർഗീയ സദസ്സുകൾക്ക് കൊള്ളാവുന്നവരായി ക്രിസ്തുവിൻ്റെ സ്കൂളിൽ നാം പ്രവേശനം നേടുകയാണെന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരന്മാർ ചുറ്റുമുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടി ദൈവം കഷ്ടം സഹിച്ചതാണ്. അതുകൊണ്ട് അവരേതെങ്കിലും വിധത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ അതിനെ അവഗണിച്ചു പോകാതെ അവരെ സഹായിക്കുവാനുള്ള, അവരോട് സഹാനുഭൂതി കാണിക്കാനുള്ള ആർദ്രതയോടെ ഇടപെടാനുള്ളതായ ഒരു മനസ്സ് നമ്മൾക്ക് ആവശ്യമാണ്. ആ മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യണം. നമുക്കറിയാം നല്ല ശമര്യക്കാരൻ്റെ കഥ, നമ്മൾ എത്രയോ പ്രാവശ്യം അത് കേട്ടിട്ടുള്ളതാണ്. ആ ശമര്യക്കാരൻ ആ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ സഹായിച്ചപ്പോൾ സ്വർഗീയ മാലാഖമാർ, സ്വർഗീയ ദൂതന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ മാലാഖമാരുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ സഹാനുഭൂതിയോടെ സഹായിക്കുക, ആർദ്രതയോടെ അവരോട് ഇടപെടുക, ആവശ്യമായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സഹായഹസ്തം അവർക്ക് നീട്ടിക്കൊടുക്കുക. അതിനായി ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതയുള്ളവരായി സ്നേഹത്തിൽ, ആർദ്രതയിൽ, മനസ്സലിവോടെ ഞങ്ങൾ മറ്റുള്ളവരെ കാണുവാൻ, ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വർഗീയ മാലാഖമാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തിരുനാമ മഹത്വത്തിനെ ജീവിക്കാൻ സഹായിക്കണം. സ്ഥലത്ത് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.